ഇനി നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയല്ലോ. ഈവനിങ് സ്നാക്സ് ആയിട്ടോ അതോ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് എൻ്റെ തന്നെ ഒരു പരീക്ഷണം കേട്ടോ, പക്ഷേ സക്സസ് ആയി. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് മെയിനായിട്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ, മധുരക്കിഴങ്ങ്, അതും പിന്നെ വെജിറ്റബിൾ ഫില്ലിങ്സും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ടയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് എന്ന് പറയാനായിട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ് ഇത്രയായിട്ടാട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ല, അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഐറ്റം കേട്ടോ ഇത്. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാരറ്റും പൊട്ടറ്റോയും പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടിയിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആക്കിയിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് അത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 വിസിലടിച്ചോട്ടോ, എന്നാലും നന്നായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ. ഇനി അത് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത് കളയരുത്. ഇതൊരു 240 ml കപ്പിൽ നിറച്ചുകൊണ്ട് കേട്ടോ, 1 കപ്പ് നിറയുണ്ട് വെള്ളം. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് മാവ് കുഴക്കില്ലേ, അതിലേക്ക് ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അരിപ്പൊടിയിൽ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യണത്. അരിപ്പൊടി ആവശ്യത്തിന് എടുക്കാം, നമുക്ക് എന്തോരം കൊഴുക്കട്ട വേണോ അതനുസരിച്ച് പൊടി എടുത്തിട്ട് ഇതിലേക്ക് മെയിനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ സെപ്പറേറ്റ് വേവിച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് ഉടച്ചിട്ട് നമ്മളിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് ഒരുമിച്ച് കുഴച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കാം, കാരണം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി സ്വീറ്റ് പൊട്ടറ്റോയും ആ പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം, അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതായത് പൊടിയിലേക്ക് ഉപ്പ് ചേർത്താൽ അവിടെ ഇവിടെ ആയിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് വരണതുകൊണ്ട് ആ വെള്ളത്തിലോട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കണ പാകത്തിന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കൊഴുക്കട്ട ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാം കേട്ടോ, കറി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു പാനിലേക്ക്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ, ഗാർലിക്, അതുപോലെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സവാള, കൊത്തി എരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ. അതാ ഇതുപോലെ ബ്രൗൺ കളർ വരുന്നവരെ സവാള നന്നായിട്ട് മുരിയിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഒരുപാട് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റ് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ കുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഫില്ലിങ് ഒന്ന് ആറി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവാണിത്. അതിൽ നിന്ന് നമുക്ക് എന്തോരം വലുപ്പത്തിലുള്ള കൊഴുക്കട്ടയാണോ വേണ്ടത് അത്രത്തോളം നമ്മൾ മാവെടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണം, ദാ ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ഫില്ലിങ് ഒട്ടും തന്നെ പുറത്തു പോകാത്ത രീതിയിൽ അത് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പാടുള്ളവർ ഇത് ഇലയെടുത്തിട്ട് അടയായിട്ടും ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കി തന്നെ എടുക്കണം എന്നില്ല, നമുക്ക് അട ഉണ്ടാക്കില്ലേ ആ ഒരു ഷേപ്പിൽ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ്സ് ആവി കയറ്റി എടുക്കുക കേട്ടോ, സ്റ്റീം ചെയ്തെടുക്കുക. കണ്ടോ, അത് വെന്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ആട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ടേസ്റ്റിൽ കിട്ടി ഈ സാധനം. പിന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി, കാരണം ഇതിൻ്റെ ഫില്ലിങ് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ ഫില്ലിങ്ങിന്. അത് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാട്ടോ ഇത്. സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്